കഴിഞ്ഞ ദിവസം ഇവിടെ MLA വന്നപ്പോൾ പറഞ്ഞത് 20 ലക്ഷം രൂപ താൽക്കാലികമായി ഏതോ ജോലി ചെയ്യുവാനായിട്ട് ടാറിങ് ഏതാണ്ട് ചെയ്യുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ്. പക്ഷേ അത് നടക്കുകയില്ലയോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ഇപ്പം ശരിയാക്കി തരാമെന്ന് നമ്മുടെ പറാൽ കുമരങ്കൽ റോഡിൻ്റെ കാര്യത്തിൽ MLA പറയാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് നാളുകളായി. ഒരു വർഷത്തോളമായി 7 കോടി രൂപ അനുവദിച്ചു, 8 കോടി രൂപ അനുവദിച്ചു, 9 കോടി രൂപ അനുവദിച്ചു. ഇങ്ങനെ കോടികളുടെ കണക്ക് മാത്രം പറഞ്ഞ് ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കാലമായപ്പോൾ MLA പറഞ്ഞ ന്യായം ഈ മഴക്കാലത്ത് എങ്ങനെയാണ് ടാറിംഗ് ജോലികൾ നടത്തുന്നതെന്നാണ്. പോട്ടെ, കുഴപ്പമില്ല, മഴക്കാലത്ത് റോഡ് ടാറിംഗ് ചെയ്യേണ്ട, നമ്മുടെ നാട്ടിലെ റോഡിന് വേണ്ടിയല്ലേ, കൊടുക്കുന്ന പൈസയ്ക്ക് എന്തായാലും നല്ല റോഡ് കിട്ടണ്ടേ. അപ്പോൾ ആ റോഡ് മഴക്കാലത്ത് ടാറിംഗ് നടത്തിയില്ല. എന്നാൽ പിന്നീട് ഇപ്പോൾ നല്ല വേനൽക്കാലമാണ്, ഏതാണ്ട് നാളുകളായി. അന്നേരം MLA പുതിയൊരു ന്യായം, ഈ റോഡ് ഈ രീതിയിൽ പണിതാൽ ശരിയാവില്ല, നമുക്കിതിൻ്റെ സോയിൽ ടെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഉയർന്ന നിലവാരത്തിൽ തന്നെ ഈ റോഡ് നിർമ്മിക്കണം, അതിന് സോയിൽ ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഗിമ്മിക്ക് കാട്ടി ഇവിടെ കുറേ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് പത്രത്തിൽ അതിൻ്റെ ഫോട്ടോ വരുത്തി. പറാൽ കുമരങ്കൽ റോഡ് അതിൻ്റെ വീണ്ടും സന്ദർശനം, ഏതാണ്ട് 3ാമത്തെ 4ാമത്തെ സന്ദർശനമായി, പരിശോധനകളുമായി. അങ്ങനെ പത്രത്തിൽ വീണ്ടും പടം വരുത്തി റോഡ് ഇതാ ഉടൻ പണിയാൻ പോകുന്നു, അതിൻ്റെ പരിശോധനകൾ വീണ്ടും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു, ഉന്നത നിലവാരത്തിൽ റോഡ് പണിയാൻ പോകുന്നു. ആളുകൾ വീണ്ടും ആശ്വാസപ്പെട്ടാൽ കുഴപ്പമില്ല, MLA വളരെ നല്ല റോഡാണ് നമുക്ക് പണിത് തരാൻ പോകുന്നത്, കുഴപ്പമില്ല, കുറച്ച് സാവകാശം കൂടെ കൊടുക്കാം. ഈ സോയിൽ ടെസ്റ്റ് കഴിഞ്ഞ് ഏതാനും നാളുകൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ പറാൽ കുമരങ്കൽ റോഡിൻ്റെ അവസ്ഥ ഇതേ രീതിയിൽ തന്നെ തുടരുകയും. ചങ്ങനാശ്ശേരി പറാൽ കുമരങ്കൽ റോഡ് ഇതുപോലെ പൊട്ടി തകർന്ന് ശോചനീയാവസ്ഥയിലായിട്ട് ഏതാണ്ട് 1.5 വർഷത്തോളമായി. AC റോഡിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് 30 ടണ്ണിന് മുകളിൽ ഭാരമുള്ള ടോറസ് വണ്ടികൾ പോയതോടുകൂടി ഈ 10 ടൺ കൊണ്ടുപോകേണ്ട റോഡ് പൊട്ടി താറുമാറായിട്ട് നാട്ടുകാർക്ക് നടക്കുവാനും വണ്ടി ഓടിക്കുവാനും പറ്റാത്ത അവസ്ഥയിലാണ്. ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളികൾ പറയുന്നത് തങ്ങളുടെ വണ്ടി ഓടിയാൽ അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് അതിൻ്റെ റിപ്പയറിങ് നടക്കുന്നില്ലെന്നുള്ളതാണ്. അതുപോലെ തന്നെ 2 വീലർ യാത്ര ചെയ്യുന്നവർ നിരന്തരം വീഴുകയും അപകടം ഉണ്ടാവുകയും ചെയ്യുന്നു. എത്രയോ പേരുടെ കൈയും കാലും ഒക്കെ ഒടിയുകയും അങ്ങനെ ഒത്തിരി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. യാത്ര ചെയ്യുന്ന പൊടിയുടെ ശല്യമാണെങ്കിൽ വളരെ ദുരിതം. കർഷകർ കാണുന്നുണ്ടെങ്കിലും നേരെ ചൊവ്വനെ വണ്ടിയിൽ പോകുവാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയാണ്. MLA പറയുന്ന ഒരു കാര്യം, ഇത് ഫണ്ട് അലോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നതിന് മുൻകൂട്ടി ഇങ്ങോട്ട് പറയുകയാണ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, പക്ഷേ ചില കാലതാമസങ്ങളുണ്ടാകും, അതുകൊണ്ട് പണി നടക്കത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ MLA വന്നപ്പോൾ പറഞ്ഞത് 20 ലക്ഷം രൂപ താൽക്കാലികമായി ഏതോ ജോലി ചെയ്യുവാനായിട്ട് ടാറിങ് ഏതാണ്ട് ചെയ്യുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ്. പക്ഷേ അത് നടക്കുകയില്ലയോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ഇതുപോലെ ജനങ്ങളെ ഒരു വശത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കബളിപ്പിക്കുക ഏറ്റവും വളരെയേറെ ആളുകൾ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ്. കിടങ്ങറ, വെളിയനാട്, കുന്നങ്കരി, കാവാലം, കൃഷ്ണപുരം, ഈര, പയറ്റുവാക്ക ഈ സ്ഥലങ്ങളിലേക്കെല്ലാം ഒത്തിരി യാത്രക്കാർ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരു വൈകുന്നേരവും രാവിലെയും വൈകുന്നേരവും ജോലിക്ക് പോകുന്ന ചങ്ങനാശ്ശേരിയും അനുബന്ധ സ്ഥലങ്ങളിലേക്കും ജോലിക്ക് പോകുന്നവർ നിരന്തരം പോകുന്ന ഒരു സ്ഥലമാണിത്. ഇവിടം എത്രയും വേഗം നന്നാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് അധികാരിയോട് പറയാനുള്ളത്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി കുട്ടനാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് പറാൽ കുമരങ്കൽ റോഡ്. ഇത്ര മനോഹരമായ നിങ്ങൾ കാണുന്ന വശത്തും നെൽവയലുകളോട് കൂടിയ ഈ റോഡിൻ്റെ മനോഹാരിത വൈകുന്നേരങ്ങളിൽ ആസ്വദിക്കാൻ വരുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈ മനോഹരമായ ഇവിടുത്തെ ടൂറിസം സാധ്യത കൂടി കണക്കിലെടുത്ത് ഈ റോഡിൻ്റെ നിർമ്മാണം ഇപ്പം ശരിയാക്കി തരുമെന്ന് പറയാതെ എപ്പോൾ ശരിയാക്കി തരും എന്ന് മാത്രം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു.